ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സിംഹത്തിന്റെയും മുയലിന്റെയും കഥ കേൾക്കാം. ഒരു കാട്ടിൽ മടിയനായ ഒരു സിംഹം താമസിച്ചിരുന്നു. ആദ്യമൊക്കെ സിംഹം നല്ലവണ്ണം വേട്ടയാടിയാണ് മൃഗങ്ങളെ കഴിച്ചിരുന്നത്. വയസ്സായപ്പോൾ അതിന് മൃഗങ്ങളെ വേട്ടയാടാൻ കഴിഞ്ഞില്ല. സിംഹം കാട്ടിലെ മൃഗങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ഓരോ ദിവസവും ഓരോ മൃഗങ്ങളായിട്ട് എൻ്റെ അടുത്തു വരിക. ഞാൻ ഇനി അവയെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ഇതിനെന്തെങ്കിലും മുടക്കം വന്നാൽ ഞാൻ കണ്ണിൽ കാണുന്ന എല്ലാ മൃഗങ്ങളെയും കൊല്ലും. മൃഗങ്ങളെല്ലാം ചേർന്നൊരു യോഗം കൂടുകയും ഏതൊക്കെ മൃഗമാണ് ഓരോ ദിവസവും രാജാവിൻ്റെ അടുത്തെത്തേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ തീരുമാനിച്ചതനുസരിച്ച് ഓരോ മൃഗങ്ങളും സിംഹത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ മുയലുകളുടെ ഊഴമായി. മുയലുകളെല്ലാം കൂടി വളരെ പ്രായമായ ഒരു മുയലിനെയാണ് രാജാവിൻ്റെ ഗുഹയിലെത്തിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. ആ മുയൽ വലിയ ബുദ്ധിമാനായിരുന്നു. തൻ്റെ മനസ്സിലൊരു ഉപായം വിചാരിച്ചുകൊണ്ട് മുയൽ വളരെ താമസിച്ചാണ് സിംഹത്തിൻ്റെ ഗുഹയിലെത്തിയത്. എന്താണ് താമസിച്ചതെന്ന് ദേഷ്യത്തോടെ കൂടി സിംഹം തിരക്കി. അപ്പോൾ മുയൽ പറഞ്ഞു: ഞാൻ വളരെ നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷെ വഴിയിൽ വെച്ച് അങ്ങേക്കാളും ശക്തനായ ഒരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇത് കേട്ട് സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം ചോദിച്ചു: ഈ കാട്ടിൽ എന്നേക്കാളും വലിയ സിംഹം? ശരി, നമുക്കവിടെ എളുപ്പം പോകാം. മുയൽ നേരെ സിംഹത്തിന് കാട്ടിലെ ഒരു കിണറിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ചെന്ന് സിംഹം ചോദിച്ചു: ഇതാണോ നീ പറഞ്ഞ ഭീകരനായ സിംഹം താമസിക്കുന്ന സ്ഥലം? മുയൽ പറഞ്ഞു: അതെ, ഇതാ ഗുഹയുടെ വാതില്. അങ്ങ് അതിലേക്കൊന്ന് എത്തി നോക്കിക്കേ, കാണാം കിണറ്റില്. കിണറ്റിലേക്ക് നോക്കിയ സിംഹം കണ്ടത് തൻ്റെ രൂപം തന്നെയായിരുന്നു. സിംഹം കിണറ്റിലേക്ക് നോക്കി ഉച്ചത്തിൽ അലറി. അപ്പോൾ കിണറ്റിൽ നിന്ന് ഉച്ചത്തിലുള്ള അലർച്ച കേൾക്കാൻ പറ്റി. സിംഹം മറ്റൊന്നും ചിന്തിച്ചില്ല, കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ സിംഹത്തിന് തൻ്റെ ജീവൻ നഷ്ടമായി. മുയൽ തൻ്റെ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം? എതിരാളികൾ എത്ര കരുത്തരാണെങ്കിലും ബുദ്ധിശക്തിയിലൂടെ നമുക്ക് അവരെ കീഴ്പ്പെടുത്താൻ കഴിയും.